അവൻ ഭയങ്കര പ്ലാനിങ്ങിലാണല്ലോ. ഇനി ആ ഗാർഡന്റെ പേരും പറഞ്ഞ് 2-3 ദിവസം കിറ്റിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അതായത് നമ്മുടെ പിക്നിക് ക്യാൻസൽ. അതെ അതത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ 4 പേര് ഒന്നിച്ച് നിങ്ങളുടെ ഈ ഷോക്ക് അടിച്ച മുഖം കൊണ്ട് പിക്നിക്കിന് പോയാൽ മതി. ഞാൻ എന്റെ ഗാർഡനിൽ കിറ്റിയോടൊപ്പം പിക്നിക് ആഘോഷിക്കും. ബൈ. ഞങ്ങളുടെ പിക്നിക്കിന്റെ പ്ലാൻ നശിപ്പിച്ചു. ഇനി ആ സണ്ണി ഇതുപോലെ ഒന്നും കാണിക്കരുത്. അവനിട്ട് 2 കൊടുത്തിട്ടേ ഞാൻ ഇപ്പൊ തന്നെ വരാം. വേണ്ട വലിയ എപ്പോഴും വഴക്കിലൂടെ മാത്രം ശത്രുക്കളെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നൊരു കാര്യം, നമുക്ക് സഹായിച്ചും തോൽപ്പിക്കാൻ കഴിയും. ഇത് കൊള്ളാലോ. അല്പം മുൻപ് നീ ദേഷ്യം കൂടെ തിളക്കിയായിരുന്നല്ലോ. ഇപ്പോൾ മഹാ ഞാനിയെ പോലാണല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞത് ശരിയാ സോർദാറേ. ബണി, അധികം ഫിലോസഫി വേണ്ട. നീ കാര്യം തെളിച്ചു പറ. എന്താ നിന്റെ പ്ലാൻ? നമ്മൾ സണ്ണിയുടെ വീട്ടിലേക്ക് പോകും. ഒറ്റ ദിവസം കൊണ്ട് ഗാർഡൻ അലങ്കരിച്ച് അവന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ മറ്റന്നാൾ കിറ്റിയോടൊപ്പം പിക്നിക്കിനും പോകാം. എന്റെ പൊന്ന് ബണ്ണി, നിന്റെ തലക്കകത്ത് തലച്ചോറിന് എന്താ പണിമുടക്കാണോ? എന്തു പറ്റി? നീ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അതിനാ സണ്ണി നമ്മളെ വീടിന്റെ അകത്തേക്ക് പോലും കയറ്റില്ല. സംശയമുണ്ടോ? ആ വീട്ടിലേക്ക് കിറ്റി നമ്മളെ കയറ്റും. അല്ല, ഒരു കാര്യം മനസ്സിലായില്ല. അഥവാ നമുക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നുഴഞ്ഞേറേണ്ട ആവശ്യം എന്താ ഉള്ളേ? ഇവന്റെ തലയിലും ഒരു ചെടി നട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസം കൊണ്ട് പൂ വിരിയാനുള്ള മൊത്തം ചെളിയും ഈ തലക്കകത്തുണ്ട്. സംശയമുണ്ടോ? എന്റെ ഹണി, ഈ ഗാർഡനും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു. കൂട്ടുകാരെ, സമയം കളയാനില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിർത്ത് ജോർദാറെ, വണ്ടി നിർത്ത്. ജോർദാറെ, ഈ സ്കൂട്ടർ പിന്നെയും കേടായി. നമ്മൾ വൈകി പോകും. അത് നമ്മുടെ ബണ്ണിയുടെ സൗണ്ട് അല്ലേ? എടാ ബണ്ണി, ഈ പാട്ട വണ്ടി കൊടുത്തിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചൂടെ? അയ്യോ ക്ഷമിക്കണം മുതലാളി. മുതലാളിയുടെ അത്ര പണമൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ. അതെ മുതലാളി. മുതലാളി ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരിക്കും ഡെയിലി കഴിക്കുന്നത്. അവന് ദേഷ്യം പിടിപ്പിക്കല്ലേ, മൊത്തത്തിൽ കുളമാവും. ഈ സാധനങ്ങളൊക്കെ എന്തിനാ കൂട്ടുകാരെ? ഇത് ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാ. ഞങ്ങൾ കമ്മീഷണർ സാറിന്റെ ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അതെ, അതിനുശേഷം മേയർ സാറിന്റെ വീട്ടിൽ പോണം. പിന്നീട് മാഡത്തിന്റെ ബോസിന്റെ വീട്ടിൽ പോയി ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യണം. അതിനുശേഷം ഞങ്ങള് നിങ്ങളൊക്കെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ജോലി എപ്പോഴാ തുടങ്ങിയത്? അതൊരു 12 മിനിറ്റ് മുമ്പാണ്. 12 മിനിറ്റ് ആയപ്പോ കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നായിരുന്നു. ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ ഗാർഡൻ റെഡിയാക്കിയതുപോലെ അദ്ദേഹത്തിനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. സംശയമുണ്ടോ? 1 വർഷം കൊണ്ടോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. പ്ലാനിങ് 1 വർഷമായിട്ട് പ്ലാൻ ചെയ്താ ദേ ഇപ്പൊ തുടക്കം ഇട്ടതേ ഉള്ളൂ. അത് നന്നായി. എന്നാൽ നിങ്ങൾ സണ്ണിയുടെ ഗാർഡൻ കൂടി ഡെക്കറേറ്റ് ചെയ്യാ. അതിനെന്താ, ഇപ്പൊ തന്നെ ചെയ്യാലോ, അതും ഫ്രീ ആയിട്ട്. സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. കിറ്റി, ഇത് വളരെ വിലപിടിപ്പുള്ള പ്ലാൻസും പോട്ട്സുമാണ്. ഇവരെ ഞാൻ ഇതിന് അനുവദിക്കില്ല. ഇവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കേറ്റില്ല. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നോ? ഇവന്റെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല ഞങ്ങള്. ചെയ്യണം. സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. അവൻ അങ്ങനെ പറയൂ. അത് നമ്മൾ കാര്യമാക്കണ്ട. വേഗം വാ, നമുക്ക് തുടങ്ങാം. കിറ്റി, ഇന്ന് തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് പിക്നിക്കിന് പോകാമല്ലോ. എടാ, കിറ്റിയോടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇന്നാ പിടിക്കേ കോണി. സണ്ണി, ഒരു കപ്പും ഒരു ബക്കറ്റും കുറച്ച് വെള്ളവും വേണം. എന്തിനാ? കുളിക്കാൻ വേണ്ടിയാണോ? അല്ല, പെയിന്റ് തുറയ്ക്കാൻ വേണ്ടിയാണ്. ബണ്ണി, ഒരു യെല്ലോ ഒരു ഓറഞ്ച് അങ്ങനെ തരം തിരിച്ചു വെക്കണേ. എടാ, ചുമ്മാ സമയം കളയല്ലേ. ജോലി ചെയ്. കിറ്റി, നീ എന്റെ അടുത്തേക്ക് വാ. സണ്ണി, ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് സമോസ കൊണ്ടുവാ. സമോസയല്ല, 2 ഇടി വെച്ച് തരും ഞാൻ. പണി പോലും തുടങ്ങിയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു സമോസ. മര്യാദക്ക് പണിയെടുക്കുന്നുണ്ടോ? കിറ്റി, വാ, നമുക്ക് അകത്തേക്ക് പോകാം. എന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാം. കൊണ്ടുവരൂ. എനിക്ക് ഇവിടെ നിന്ന് ഡെക്കറേഷൻ ചെക്ക് ചെയ്യേണ്ടതല്ലേ? ഇതിനെയാണ് മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുക. കഴുതേ, നീ എന്തിനാണ് സമൂസ ചോദിച്ചത്? കഴുതകളിതാ ഇവരാണ്. അവനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ടാ സണ്ണി കിറ്റിയുടെ അടുത്തേക്ക് വീണ്ടും വന്നോണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് സമൂസ മേടിക്കാൻ വിട്ടു കഴിഞ്ഞാലേ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കിറ്റി, ഹോട്ട് ചോക്ലേറ്റ്. സണ്ണി, ഒന്ന് വന്നേ. ദാ ഈ കോണി കിടന്ന് ഇളകുക. ഒന്ന് പിടിക്ക്. നിനക്ക് ചുറ്റും ഇത്ര പണിക്കാരല്ലേ, അവരോട് പറയാ. ഇപ്പൊ ഓക്കെ ആണോ? നീ എന്താ ചെയ്യുന്നേ? ഞാൻ താഴെ വീഴും. സണ്ണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങ് അടുത്തോട്ട് വന്നേ.
ബണ്ണി എന്തായി ചെയ്യുന്നത്? ഞാൻ ദേ അവിടെ ഹാങ്ങിങ് പോട്ട് കെട്ടാൻ പോവാ. അയ്യോ, നിന്റെ പുറകിൽ ദാ സണ്ണി കുരുങ്ങിയിരിക്കുകയാണ്. എന്ത്? എവിടെ കുടുങ്ങി സണ്ണി? എടാ പുറകില് കോടിയിലാണ്. ഏ? അയ്യോ, പുറകിലല്ല, മുകളില്. എന്റെ സണ്ണി, മുകളിൽ എവിടെയാ നീ? നിന്നെ കാണാനേ പറ്റുന്നില്ലല്ലോ. എടാ മുകളിലല്ലടാ, പിറകെ ആദ്യം പറഞ്ഞു മുകളിലാണെന്ന്, ഇപ്പൊ ദേ പറയുന്നു പുറകിലാണെന്ന്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് ശരി, ടൈറ്റാനിക് മുങ്ങിപ്പോയോ? സംശയമുണ്ടോ? സോറി സണ്ണി, എനിക്കറിയില്ലായിരുന്നു നീ പുറകിലുണ്ടായിരുന്നെന്ന്. ഓ, സണ്ണിയുടെ കാര്യം വളരെ കഷ്ടത്തിലായല്ലോ. സണ്ണി പോയി മുഖം കഴുകിട്ട് വാ. കിറ്റി, അവരെ പണിയെടുക്കാൻ വിട്. നീ പിന്നീട് പോയി നോക്ക്. വാ, നമുക്ക് പോയി ഊഞ്ഞാലടി കളിക്കാം. ഓക്കെ, എനിക്ക് ഊഞ്ഞാലാടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അണി, ഈ പൊട്ടിപ്പോയ ഇഷ്ടിയൊക്കെ പുറത്തുകൊണ്ട് കളഞ്ഞേക്ക്. അവര് ജോലി ചെയ്തോട്ടെ, നമുക്ക് വേറെ ഗെയിം കളിക്കാം. കിറ്റി, കാൻഡിയുടെ ജോലിയൊക്കെ കഴിഞ്ഞു. വന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ആ, എന്താ സണ്ണി ഇത്? നിനക്ക് എവിടെയെങ്കിലും അടങ്ങി നിന്നൂടെ? കിറ്റി, ഇതൊട്ടും ശരിയാവില്ല കേട്ടോ. എടാ, എന്റെ ഈ കൈ കൊണ്ട് നീ ഇതൊക്കെ കഴുകി കുളിച്ചിട്ട് വാ സണ്ണി. നന്നായി കുളിക്ക്. ചോപ്പില് മുങ്ങി കൊരങ്ങനെ പോലെയായി. കിറ്റി, നിനക്ക് ഭയങ്കര ടാലന്റ് ആണല്ലോ. നിലക്കടല വേണോ? നിലക്കടല തണുത്തതുകൊണ്ട് വേണമെങ്കിൽ ചൂടാക്കി തരാം. കന്നാ സാർ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വിൽക്കുന്നത്? പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ സ്റ്റാമ്പുകൾ തരും. ഇനി നിലക്കടല വിറ്റ് വീട് നോക്കേണ്ടി വരും. കന്നാ സർ, എന്താ പറ്റിയേ? ഒരാള് ബാങ്കിൽ നിന്നും 1 കോടി രൂപ ലോൺ എടുത്തു. അതിപ്പോ തിരിച്ചടയ്ക്കുന്നില്ല. ടോമി എന്നെ ജോലി പറഞ്ഞു വിടും. ഏത് ടോമി? ഇയാളുടെ ബോസ് ഡോഗാണ് വിശ്വനാഥ സിംഗർ റാത്തൂർ. ആ അണ്ണൻ എന്നെ കുടുക്കി കളഞ്ഞു പിള്ളേരെ. അല്ല, ഈ അണ്ണൻ ആരാ? ഖന്ന സാറിന് ഈ അവസ്ഥയിൽ എത്തിക്കാൻ മാത്രം അയാൾ ആരാന്ന് പറയേ. ഒരു ലോക്കൽ ഗുണ്ടയാണ്. അയാൾ ഇപ്പോൾ ഒരു ലഞ്ച് ഹോം നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കച്ചവടം നടത്തുന്നതിന്റെ ദേഹത്ത് മുഴുവൻ അഴുക്കാണ്. ഇതെല്ലാം ലോക്കൽ ഗുണ്ട അണ്ണയുടെ പണിയാണ്. അടി കൈ. ഓ വേണ്ട ഹണി, ഇത് മൂടൊട്ട് ശരിയല്ല. പക്ഷെ അയാൾ എന്താ ലോൺ എടുത്ത കാശൊന്നും തിരിച്ചടയ്ക്കാത്തത്? അയാൾ ആ കാശ് മൊത്തം തിന്നു കാണും. അതെങ്ങനെ കാശ് തിന്നുന്നേ? മൊത്തത്തിൽ തൊണ്ടേ കുടുങ്ങി ചാവില്ലേ? ഹണി, ഖന്ന സാർ ഉദ്ദേശിച്ചത് അയാളെ കാശ് തിരിച്ചു കൊടുക്കൂലെന്നാ. തിരിച്ചു കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് അലമാരിൽ വെച്ച് പൂട്ടിയാ പോരെ. പൂപ്പലൊന്നും പിടിച്ച് നശിച്ചു പോവില്ലല്ലോ. ആ കാശ് എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ ബോസ് ടോമി എന്നെ ജോലി പറഞ്ഞു വിടും. ഐഡിയ, സാറിന്റെ കാശ് തിരിച്ചു കിട്ടും. ഈ അണ്ണൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? അടുത്ത ജംഗ്ഷനിലായുള്ള ലഞ്ച് ഹോം ഉണ്ട്. മര്യാദക്ക് കോഴിയാകടാ. എന്റെ അണ്ണ, അവൻ കറക്റ്റ് ആയിട്ടാ നിക്കുന്നത്. ഇനി എന്താ മുട്ടയിട്ട് കാണിക്കണോ? നിനക്കും എന്താ കോഴിയാവണമെന്നുണ്ടോ? ഓ, ഇനി ചാടറാ. വേഗം ചാടറാ. അണ്ണ, കോഴിയല്ല തവളയാ സാധാരണ ചാടാറുള്ളത്. ഇനിയിപ്പോ അണ്ണൻ പറഞ്ഞ കോഴിയും ചാടണമല്ലോ. അണ്ണ മാപ്പ് താണ്ണ, ഞാൻ 500 രൂപ എടുത്തുള്ളൂ. ആരെങ്കിലും എന്റെ ഒരു 5 പൈസ എടുത്താൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നീ 500 രൂപ എടുത്തത്. തെമ്മാടി. അണ്ണ, എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കാശുണ്ട്. പിന്നെ ഈ 500 രൂപയ്ക്ക് വേണ്ടി വെറുതെ കാശിനെ ബഹുമാനിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അതുകൂടാതെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ കുറച്ച് അടിച്ചു പൊളിക്കൊക്കെ വേണ്ടേ? അണ്ണന്റെ കയ്യിൽ കോടിക്കണക്കിന് കാശില്ലേ? പിന്നെന്തിനാ ഇവിടെ ഇങ്ങനെ ലഞ്ച് ഹോം തുറന്നിട്ടിരിക്കുന്നത്? നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയാ പോരെ? ബാങ്കിനെ വിറ്റ് കാശാക്കി തന്നെയാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഹോട്ടൽ ഞാൻ തുടങ്ങിയിട്ട് മറ്റുള്ളവർ ഇരുന്ന് സൂക്കുന്നത് ഞാൻ കാണണോ?
രാവിലെ എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? അടികൈ, ഇപ്പൊ കൈയടിക്കണോ അതോ ഞങ്ങൾ കന്നത്തന്റെ കാശ് തിരിച്ചു വാങ്ങാൻ പോണോ? പറ. നിങ്ങൾ കാശ് വാങ്ങിക്കാൻ വെക്കോ, പക്ഷെ ഇതും കൂടെ പറ. നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അയാൾ പെണ്ണുങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോ അയാൾ നമ്മുടെ കെണി വീഴും. സിറ്റിയുടെ നടുക്കായി ഉണ്ടൊരു ചന്ത. നിങ്ങൾ പ്രയോഗിക്കാൻ പോകുന്ന വിദ്യ എന്താ? ഞങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ട് പോകും. എന്നിട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു ലോൺ ഓഫർ ചെയ്യും. അങ്ങനെ ആ മണ്ടനെ കുടുക്കി താങ്കളുടെ പൈസ ഞങ്ങൾ തിരികെ വാങ്ങി തരും. ഹോയ് ഹോയ്, അടികൈ. ആദ്യം കന്നത്തന്റെ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കേ. എന്റെ പിള്ളേരെ, ഞാൻ എന്റെ ഈ കവിത കേട്ടതിനല്ല, നിങ്ങളുടെ ഈ പ്ലാൻ കേട്ട് കൈയടിക്കാൻ പറഞ്ഞതാ. ആദ്യം ഇതൊന്ന് സക്സസ് ആവട്ടെ, പിന്നെ നമുക്ക് കയ്യും അടിക്കാം, താങ്കളുടെ വക ഒരു പാർട്ടി നടത്താം. സംശയമുണ്ടോ? ഡൺ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണേ, അയാൾ വളരെ അപകടകാരിയാണ്. ആ ഏരിയ മൊത്തം അയാളുടെ ഗുണ്ടകളാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉടൻ തന്നെ ഓടിയെത്തും. കന്ന സാറേ, ആ അണ്ണനെ ഒന്ന് ഫോൺ വിളിച്ചേ. ഹലോ, ഞാൻ സംസാരിക്കുന്നത് അണ്ണയോടാണോ? നിങ്ങൾ ആരാണ്? ഓക്കെ സാർ, ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചേ. ഞങ്ങളുടെ ബാങ്ക് താങ്കൾക്ക് 5 കോടി രൂപ ലോണായി തരാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയുന്നു? അയ്യോ, 5 കോടിയോ? കൂടുതലാണോ? എങ്കിൽ ഞങ്ങൾ കുറയ്ക്കാം. അയ്യോ വേണ്ട വേണ്ട, 5 കോടി തന്നെ വേണം. ഓക്കെ സാർ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, താങ്കളുടെ സൈൻ വേണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സാറിനെ കണ്ട് എല്ലാം സൈൻ ചെയ്ത് വാങ്ങും. ഞങ്ങൾക്ക് മിസ്റ്റർ അണ്ണയെ കാണണം. ഞാൻ തന്നെയാണ് അണ്ണ, ഞാൻ തന്നെയാണ് അണ്ണൻ. എന്താ പറഞ്ഞോളൂ. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അണ്ണയാണെന്ന്? 5 കോടിയുടെ കാര്യമാ. അണ്ണ ഈ ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ആ അതെ, ഇദ്ദേഹം തന്നെയാണ് അണ്ണൻ. നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഞങ്ങൾക്ക് തെളിവാ വേണ്ടത്. ദാ നിങ്ങൾ പേര് നോക്കിയേ, അണ്ണ ലഞ്ച് ഹോം. ഇതൊക്കെ എന്ത് തെളിവാ? ഇതിന്റെ പേര് താജ്മഹൽ ലഞ്ച് ഹോം എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഷാജഹാനാണെന്ന് ഞങ്ങൾ കരുതണമോ? ഇനിയിപ്പൊ ഞാൻ എന്ത് തെളിവെടുത്ത് തരാനാ? ഫോൺ ഫോൺ ദാ നിങ്ങൾ എന്നെ ഫോൺ ചെയ്തിരുന്നതാണ്, നമ്മൾ തമ്മിൽ സംസാരിച്ചതുമാണ്. ദാ കണ്ടില്ലേ കോൾ? എവിടെ നോക്കട്ടെ. ആ ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കള്ളി വെളിച്ചത്താവും. സംശയമുണ്ടോ? ഹലോ ഹലോ, ഞാൻ അണ്ണയുടെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നേ. സെയിം ഫോണാണ്. ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങളാണ് അണ്ണ. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ദാ അവിടെ ഇരുന്നാട്ടെ. സാർ, ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ? തീർച്ചയായും. പേര് സർവപ്പള്ളി കർണപ്പള്ളി രാധപ്പള്ളി ടി വെങ്കിടേശ മുതലിയാർ. അയ്യോ, ഇത്രയും പേർക്ക് ലോൺ വേണമായിരുന്നോ? അയ്യോ, അമ്മച്ചി. ഇതെല്ലാം തന്നെ എന്റെ മുഴുവൻ പേരാണ്. ഇവളൊരു തമാശക്കാരിയാ. നിങ്ങളുടെ ജനന തീയതി 1/1/1981 അല്ലേ? അതെ, ടീ സ്റ്റാൾ ജംഗ്ഷൻ, അണ്ണ ലഞ്ച് ഹോം, ശ്രീവാസ്തവ നഗർ, സെക്കൻഡ് ബിൽഡിംഗ്, ഗാന്ധി റോഡ്. ദാ കഴിഞ്ഞു. ഞാൻ ലോൺ എടുത്ത ബാങ്കിലെ എല്ലാ എമൗണ്ടിന്റെ കാര്യവും ദാ ശരിയാക്കി കഴിഞ്ഞു. കൊച്ചളിയാ, കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഇപ്പൊ ഈ മണ്ടനുള്ള കാശ് മൊത്തം തിരിച്ചടച്ചിട്ടുണ്ട്. ഈ അണ്ണയോട് ചതിയോ? ഒരുത്തരും ഇവിടെ രക്ഷപ്പെട്ടു പോയില്ല. പിടിക്കാവുമാരെ.
കയ്യിലുള്ള കാശെടുക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചോ, പക്ഷേ കാശ് ഞാൻ ഒരിക്കലും തരില്ല. വിടന്നെ, വിടു വിടു, എന്നെ വിടൂ, വിടൂ. എടാ ദാ നോക്കിയേ, റോബോട്ട് ആൾക്കാരെ കൊള്ളയടിക്കുന്നു. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കൊള്ളയടിക്കുമ്പോ ഏതായാലും ആരും കെട്ടിപ്പിടിക്കില്ലല്ലോ. ഹണി, എന്ത് പറ്റി, നിനക്ക് ഷോക്ക് അടിച്ചോ? അയ്യോ അമ്മച്ചി, അല്ല ഭയങ്കര തണുപ്പുണ്ട്. ഓഹോ, ഇവൻ ഹണിയെ തണുപ്പിച്ച് കൊല്ലറാക്കി. ഇനി ഈ കള്ളനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ഒന്നാണോ? എല്ലാത്തിനും ഞാൻ കെട്ടിപ്പിടിക്കും. ഇതൊരു വല്ലാത്ത കള്ളനാണല്ലോ. ഉം. ഇത് വല്ലാത്ത തണുപ്പാണ്. പിന്നെ ഞാൻ എന്തുവാ പറഞ്ഞത്, ചൂടാണെന്നാണോ? ഇവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഐസാവും. വേഗം വടി കൊണ്ടങ്ങാൻ അടിക്ക്. ഇവനെ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കൊച്ചളിയ, ആദ്യമായിട്ടാണ് ഒരു കള്ളൻ കൊള്ളയടിച്ചതിന് ശേഷം നമ്മുടെ കൺമുമ്പിൽ കൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. അതെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഈ പോപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം അതാരാണെന്ന്. സംശയമുണ്ടോ? പറക്ക് പോപ്പട്ടെ, പറക്ക്. പോപ്പട്ടെന്തായാലും അവന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ, സംശയമുണ്ടോ? അതിലൊരു സംശയമില്ല. സ്പൈഡർ, നിന്റെ ടീം തയ്യാറല്ലേ? ഹോയ് ഹോയ് ഹോയ്, എല്ലാരും തയ്യാറാണ്. ഞങ്ങൾ അവനെ പിടിക്കുമ്പോ നീ അവന്റെ ചെവിക്കകത്തോട്ട് കയറണം. അപ്പൊ അവൻ ശരിക്ക് പേടിച്ച് പുറത്തേക്ക് വരും. ശരി, ആയിക്കോട്ടെ. എപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. അവന് ഭയങ്കര തണുപ്പാണ്. നമ്മൾ എങ്ങനെ അവനെ പിടിക്കുക? ഈഷ്, പേടിക്കണ്ട. നല്ല കയറുപേശം അവനെ നമുക്ക് പിടികൂടാം. പിന്നീട് എല്ലാത്തിനും കൊണ്ട് നമുക്ക് അവനെ ലോക്ക് ചെയ്യാം. പിന്നെ ആ കള്ളന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ആ കള്ളൻ അതിന് വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോഴേ അഭിനയിക്കുന്നത്? വേഷം വിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ക്യാരക്ടറായിട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യം ഒരു കള്ളനെ പിടിക്കാൻ പോയപ്പോൾ അബദ്ധം പറ്റിയതാണ്. ഇപ്രാവശ്യം അത് സംഭവിക്കാൻ പാടില്ല. ക്യാരക്ടർ ഓക്കെയാണ്, പക്ഷെ എല്ലാരും അവരുടെ പൊസിഷനിൽ നിൽക്കണം. കള്ളൻ എപ്പോ വേണമെങ്കിലും വന്നേക്കാം. ഇത് 2 ലക്ഷം രൂപയുടെ മാലയാണ് സാർ. പോപ്പട്ടിനെ മുളക് കഴിക്കാൻ പഠിപ്പിക്കണ്ട. ഇതിന് ഭയങ്കര വിലയാണ്. വേറെ മാലയുണ്ടാ? നീ ഇപ്പൊ മാല അങ്ങ് ശരിക്കും വാങ്ങാൻ പോവാണോ? ഇത് വാങ്ങിയാ മതി. സംശയമുണ്ടോ? വരണം സാർ, ജുവലറിയിലേക്ക് സ്വാഗതം. കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നത്. സാർ ഇത് എങ്ങോട്ടാ പോകുന്നേ? നല്ല കളക്ഷനൊക്കെ ഇതാ ഇവിടെയാ ഉള്ളത്.
സ്പൈഡർ അറ്റാക്ക്! സ്പൈഡർ അവന്റെ ചെവിയിലേക്ക് ചാടി കയറ്. അയ്യോ ഭയങ്കര തണുപ്പാണ്. പിന്നെങ്ങനെയാ ചെവി വരെ എത്തുന്നത്? ഐഡിയ! സ്പൈഡർ ഈ രണ്ട് ചുവരുകൾക്ക് നടുവിൽ ഒരു വല കെട്ട്. ഇനി എല്ലാരും ഇങ്ങോട്ട് വാ. അയ്യോ കേറി കേറി എട്ടുകാലി കേറി എട്ടുകാലി കേറി എട്ടുകാലി കേറി അയ്യോ എട്ടുകാലി 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 കേറി എട്ടുകാലി എട്ടുകാലി. ചേട്ടാ പഴയ സൂപ്പർ സ്റ്റാറിന്റെ പോസ് കൊടുക്കുന്നേ. എടാ വിട്ടേക്ക്, നീ കൊടുക്കുന്ന പോസ് കണ്ടല്ലേ നിനക്കെന്താ വാദം പിടിച്ചെന്ന് എല്ലാവരും വിചാരിക്കും. സംശയമുണ്ടോ? തോത്താറാമേ ദാ ഇതുപോലത്തെ പോസ് കൊടുക്കേ. ആ ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നല്ല ബലശാലിയാണെന്ന് വിചാരിക്കും. ഒറ്റയ്ക്ക് ഒരു കാറിനെ തള്ളാൻ കഴിയുമെന്ന് വിചാരിക്കും. നിങ്ങളൊന്നും മിണ്ടായിരിക്കും. ജിമ്മിൽ വെക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി വേണം. തോത്തറാമേ ബോഡി ബിൽഡർ പോസ് കൊടുക്ക്. ഫാന്റാസ്റ്റിക്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഏത് മോഡലിന് വേണ്ടിയാണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ മോഡൽ എനിക്ക് കിട്ടിയിരിക്കുവാണ്. ഐ ആം ഹാപ്പി. അല്ല നിങ്ങൾ ആരാണ്? ഞാനോ? ഞാനാണ് ക്രിയേറ്റീവ് ഹെഡ്. എന്ത് ഹെഡ്? ഇങ്ങനെ ഒരു ഹെഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. എടാ അവര് ഡിറ്റക്റ്റീവ് ഹെഡ് ആയിരിക്കും. സംശയമുണ്ടോ? അതെ, ഞാൻ ഡിറ്റക്റ്റീവായി മാറിയിരിക്കുകയാണ്. ഇത്ര നല്ല മോഡലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഐ ആം ഹാപ്പി. ഐ ഹാപ്പി. ഐ ആം ഹണി. എടാ കഴുതേ, അവരുടെ പേര് ഹാപ്പി എന്നല്ല. അവര് പറഞ്ഞതേ അവർക്ക് സന്തോഷം ഉണ്ടെന്നാ. സംശയമുണ്ടോ? അല്ല, എന്റെ പേരും ഹാപ്പി എന്നാണ്. നിങ്ങളുടെ പേരെന്താണ് ഹാൻസം? കിറ്റ് കിറ്റ്. പക്ഷെ സ്നേഹമുള്ളവർ എന്നെ കിറ്റ് കിറ്റ് എന്നാ വിളിക്കാറ്. എന്റെ ഭായ് ഹാൻസം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അല്ലേ മാഡം? അതെ. അങ്ങയുടെ പേരെന്താണ്? തോത്താറാം. തോത്താറാമെന്നോ? നോട്ട് വർക്കിംഗ്. ഇന്നു മുതൽ നിങ്ങളുടെ പേര് TR എന്നാ. ടയർ. ഇതെന്താ? ഇതെന്ത് പേരാണിത്? അത് ശരി. അപ്പൊ ടയറിന് പേരുണ്ടോ? ടയർ എന്നല്ല, TR. പരസ്യലോകത്ത് ഇങ്ങനെയുള്ള പേരെ വർക്കൗട്ട് ആവൂ. വെരി ഗുഡ്. ഐ ആം ഹാപ്പി. വെൽക്കം. സോർദാർ, നീ എന്തിനാ ഈ ട്രോളി കൊണ്ടുവരുന്നത്? കോസ്റ്റ്യൂം ഡിസൈനർ ഹണിയല്ലേ? ടീം വർക്ക് മനസ്സിലായോ? ഐ ആം ഇംപ്രസ്ഡ്. പക്ഷെ ഇന്നലെ പറഞ്ഞതേ ഹാപ്പി എന്നാണ്. പേര് ഹാപ്പി എന്ന് തന്നെയാണ്. നിങ്ങൾ കാരണം ഞാൻ ഇംപ്രസ് ആയിരിക്കുക. ശരി, വാ ഫോട്ടോഷൂട്ട് തുടങ്ങാം. അല്ല സൽമാൻ എവിടെ?
അദ്ദേഹം ഫോട്ടോഷൂട്ടിനൊന്നും വരില്ല. അദ്ദേഹം നാളെ ഷൂട്ടിനെ വരികയുള്ളൂ. ഓക്കേ തോത്തറമേ വാടാ. ഓ എടാ അവന്റെ മുഖത്ത് ലൈറ്റ് അടിക്ക്. ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ പോയ പോപ്പട്ടിന് ദേഷ്യം വരും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ഞാൻ തന്നെ ലൈറ്റ് അടിക്കാം. നിർത്ത്. നീ എന്താ ഈ കാണിക്കുന്നേ? അത് പിന്നെ പോപ്പട്ട് തോത്താറാമന്റെ മുഖത്ത് ലൈറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് സൂക്ഷിച്ച്, ഈ മരമണ്ട തീർച്ചയായിട്ടും മുഖത്തോടൊപ്പം താങ്കളുടെ കരിയർ അവസാനിപ്പിക്കും. എടാ തോത്താറാം, അല്പം പുറകിലേക്ക്. ആ തോത്തറമേ അല്പം പുറകിലേക്ക്. എന്താണത്? ഇനി പുറകെ പോയാലേ ഞാൻ സ്റ്റേജിന്റെ പുറകിൽ പോകേണ്ടി വരും. ഇവിടെ തന്നെ പിടിക്കാം. ഹാപ്പി നീ ഇപ്പൊ തന്തൂരി പൂച്ചയായി മാറിയേനെ. സംശയമുണ്ടോ? സർ, ഇത് TR ആണ്, നമ്മുടെ മോഡലാണ്. സൽമാൻ സാറിനൊപ്പം ഷൂട്ടിങ്ങിന് വന്നതാണ്. എന്താ ഇത്? ഇയാളെ ബനിയനെ ലുങ്കി ഉടുപ്പിക്ക. എന്താ ഇത്? ബനിയനെ ലുങ്കി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണമെന്നോ? ഇത് ആരാണെന്ന് അറിയാമോ? ഞാൻ ഡയറക്ടറാണ്. നീ എന്നോട് ചോദിക്കാണോ? എടോ, ഇത് ദരിദ്രനായ ഒരു കർഷകനാണ്. തനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, താൻ ആരാ ദരിദ്രൻ പറഞ്ഞേ? TR, നിങ്ങളുടെ ക്യാരക്ടർ ഒരു ദരിദ്രനായ കർഷകനാണ്. അതുകൊണ്ടാണ് ലുങ്കിയും ബനിയനും ഇടാൻ പറഞ്ഞത്. വിടാനാ പറഞ്ഞത്. പിന്നെ ഇനി എന്നെ പൊക്കുവാണെങ്കിൽ തന്നെ പൊക്കാൻ ഇവിടെ വേറൊരുത്തനുണ്ട്. എന്ത്? ഇവൻ പൊക്കോന്നോ? എന്റെ ഭായി ട്രെയിലർ കാണിച്ചു കൊടുക്ക്. തോത്തറമേ നിക്ക്. നീ ഇവിടെ പണിയെടുക്കാനാ വന്നത്, തല്ലുണ്ടാക്കാനല്ല. ഗുണ്ടായിസം കാണിക്കാണോ? ഐ ഡോണ്ട് വാണ്ട് ഹിം. ഷൂട്ടിംഗ് ബാക്കപ്പ്. നീ എന്താ കാണിച്ചത് TR? തന്റെ മോഡലിംഗ് കരിയർ തുടങ്ങുന്നതിന് മുൻപ് അവസാനിച്ചല്ലോ. വാ, ഡയറക്ടറോട് സോറി പറയാം. ഹാപ്പി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സോറി. നീ വേഗം പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വാ. സൽമാൻ എവിടെ? സൽമാൻ എവിടെ? കാണുന്നില്ലല്ലോ. സൽമാൻ എവിടെ? എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് മാറി നിൽക്ക്. മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? സൽമാന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നു നിന്നെ ഞാൻ. ഇതാ പിടിച്ചോ. എന്താ കാണിക്കുന്നത്? എന്റെ ഓണി എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഐ എം നോട്ട് ഹാപ്പി. ഞങ്ങള് സൽമാനെ കാണാനാണ് വന്നത്. അപ്പോഴേക്ക് ഇവര് ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതെ, ഇതാണ് സൽമാൻ സർ. എന്ത്? സൽമാൻ അഹമ്മദ് വലിയ ഫേമസ് മോഡലാണ്. ഇദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് ഷൂട്ടിംഗ്. ഞാൻ പോവുകയാണ്. നോ സർ, പ്ലീസ്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ശരി ശരി, ഷൂട്ട് ചെയ്യാം. പക്ഷെ ഈ 4 മട്ടന്മാരെ എന്റെ മുന്നിൽ വരാൻ പാടില്ല. അതെ ബായ്, ഒന്നും തന്നെ നടക്കില്ല. എന്റെ കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടാവും. അവരിവിടെ ഇല്ലെങ്കിലേ ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? ഇത് നിന്റെ കരിയറിന്റെ പ്രശ്നമാണ്. ഇതിൽ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ പുറത്തു നിന്നോളാം. അതെ, ഞങ്ങൾ എന്തായാലും സൽമാനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് സൽമാൻ അല്ല, സൽമാന്റെ ഡ്യൂപ്പാണ്.
ഓഹോ ഓഹോ ഓ ഗോഡ് എപ്പ തീർക്കും? എങ്ങനെ 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 തീർക്കും? എന്താ ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തായി ചെയ്യുന്നേ? മാഡത്തിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഞാൻ മാഡത്തിന് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല, ശബ്ദം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്ക്. ഹണി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കുക്കറിന്റെ ശല്യം ഉണ്ടാവില്ല. അല്ല, ഈ ഗ്യാസ് ഓഫ് ആക്കിയത് കുക്കർ നേർന്ന് വിസിലടിക്കുന്നേ. ഓ എന്താ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മാഡം അത് ചോറാണ്, അതായത് കുക്കർ. ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. പിസ്സ ഓർഡർ ചെയ്താൽ മതി. ഓ എന്റെ അമ്മച്ചി, എന്റെ കൈ ആകെ പൊള്ളിപ്പോയി. എന്നിട്ട് മേഡം അത് നോക്കിയത് പോലും ഇല്ല. അത് കുഴപ്പമില്ല ഹണി, മേഡം ഭയങ്കര ടെൻഷനില്ല. സംശയമുണ്ടോ? ബണി, കറണ്ട് പോയിരിക്കാണ്. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ശരി മാഡം. എടാ കഴുതേ, നീ എന്തായി ചെയ്തേ? മാഡത്തിന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് നിനക്ക് അറിയില്ലേ? നീ പോയി ഫ്യൂസ് നോക്ക്, ഞങ്ങൾ മാഡത്തിനെ സഹായിക്കാം. മാഡം, നിങ്ങൾ ജോലി ചെയ്തോളൂ, ഞങ്ങൾ ലൈറ്റ് കാണിക്കാം. ഓഹോ സോ സ്വീറ്റ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഈ ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തോട്ട് പോവാം. അപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല മേഡത്തിന്. ഇപ്പൊ പറഞ്ഞത് ബുദ്ധിയാണ്. സംശയമുണ്ടോ? ഓഹോ ഓഹോ ആരാ ഈ നേരത്ത് എന്റെ ഫോണിൽ വിളിച്ച് മേഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓഹോ എന്താ ഈ കാണിക്കുന്നത്? ലാപ്ടോപ്പ് പൊട്ടിപ്പോവില്ലേ? കറണ്ട് വന്നല്ലോ. ഇനി പുറത്തു പോ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കേ. ശരിയായി ഹണി, ഇനി മണ്ടത്തുറന്ന് കാണിക്കല്ലേ. നമുക്കൊരു സിനിമ കാണാൻ പോയിട്ട് വരാം. വാ, ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അടി കൈ. മാഡത്തിന്റെ മുടി ആരാണ് കെട്ടിവെച്ചത്? ഞാനാ കെട്ടിയത്. മേഡം വീണ്ടും ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ഞാൻ തന്നെ പുറകിന്ന് കെട്ടിവെച്ചത്. അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാലേ മുടി പുറകിന്ന് വലിയുന്നത് കൊണ്ട് മേഡത്തിന് ഉറക്കമേ വരില്ല. നിന്റെ മണ്ടത്തരങ്ങൾ ഈ ജന്മം അവസാനിക്കും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണോടാ മണ്ട ചെയ്യുന്നത്? എന്നാ പിന്നെ മേഡത്തിന്റെ കസേരയിലെ കുറച്ച് കാക്കകളെ കൊണ്ടിട്. അവര് കൂട്ടത്തോടെ കരഞ്ഞാ മേഡത്തിന് ഉറക്കം വരില്ല. അല്ല, അതിനിപ്പോ പാതിരാത്രി കാക്കകളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ്? അപ്പൊ കാക്കകളെ കിട്ടിക്കഴിഞ്ഞാ നീ മാഡത്തിന്റെ റൂമിൽ കൊണ്ട് നീടുവോ? മിണ്ടാതിരിക്കുക. അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഹണി ഇങ്ങനെ ചെയ്തത്. എന്റെ മുത്തശ്ശിയും എക്സാം ടൈമില് ഞാൻ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി പൊയ്ക്കോളൂ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുക. എന്തുവാടേ ഇത്? ആ സ്റ്റോർ റൂമില് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ ബെഡ്റൂമിൽ പോവാണ്. പിന്നെ 8 കാലികളെ കൊണ്ടുള്ള ശല്യം വേറെയും. പോകണ്ട, ബെഡ്റൂമില് മേഡം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് മേഡത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സംശയമുണ്ടോ? ഡോ, തനിക്കെന്താ? ഞാൻ അവിടെ ചെന്നിട്ട് പി ഊതാനൊന്നും പോകുന്നില്ല. മിണ്ടാതിരിക്കാൻ നോക്ക്. ഞാൻ അവിടെയുള്ള ഏതെങ്കിലും അലമാരയുടെ പുറകെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേണ്ട, നോ അഡ്മിഷൻ. ഏയ്, എന്നെ വെറുതെ തടയാൻ നോക്കല്ലേ. എന്റെ തല ശരിക്കും ചൂടാവുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, എനിക്കൊരു സംശയം. ഇത്രയും ചെറിയ തല ചൂടായാൽ എന്താ സംഭവിക്കുക? അത് ശരി.
എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അതിനകത്തേക്ക് പോകാൻ കഴിയില്ല. ഏയ് ഞാൻ അകത്തേക്ക് ഉറപ്പായും പോയിരിക്കും. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്കിട്ടൊക്കെ ഒരു പണി തന്നിട്ടേ പോകുന്നുള്ളൂ. ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഞാൻ പിടിച്ചേ. കിറ്റി ക്യാച്ച്. അയ്യോ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. സംശയമുണ്ടോ? അയ്യോ, അല്ല ഈ ഡോക്ടർ ബാലുവിന് എന്താ സംഭവിച്ചത്? അല്ല ഈ ഡോക്ടർ ബാലു ജോസ് പ്രകാശിന്റെ വേഷത്തിൽ ഇത് എങ്ങോട്ടേ പോകുന്നത്? ഇവിടെ വരൂ. ഞാൻ ഈ ഡ്രസ്സിന്റെ ട്രയൽ ഒന്ന് നോക്കുവാണ്. ഇതെന്റെ പുതിയ ഡ്രസ്സാണ്. ഈ ഡ്രസ് ഇട്ടാണ് ഞാൻ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത്. അവാർഡും എനിക്ക് തന്നെ കിട്ടും. അതെ, ഞങ്ങൾ ഡോക്ടർമാരുടെ സെമിനാറുണ്ട്. കൊറോണയെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. കൂടാതെ മാങ്ങാച്ചാറിന്റെ മേളയും ഉണ്ട്. സെമിനാറിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഷോയും ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ന് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബാലു, ഇതിനെയാണ് കാറ്റ് വാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് റാമ്പ് എന്നാണ് പറയുന്നത്. നീ പറയുന്നത് കൊണ്ട് ഇത് റാമ്പ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ക്യാമ്പാണെന്ന്. ഇനി പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേണമെങ്കിൽ പ്ലേറ്റ് വെച്ചിരുന്ന് കഴിക്കാം. റാമ്പിൽ സാധാരണ എന്താ ചെയ്യുന്നത്? താങ്കൾ ഇവിടെ ക്യാറ്റ് വാക്ക് ചെയ്യണം. സംശയമുണ്ടോ? ഇവിടെ വരൂ. ഞാൻ കരടിയാണ്. ഞാനിതിന് ക്യാറ്റ് വാക്ക് ചെയ്യണം. ഞാൻ കരടി വാക്ക് ചെയ്തോളാം. എനിക്ക് ആരെയും പേടിയില്ല. ഈ റാമ്പ് എന്ന് പേരുള്ള വഴിയിൽ എന്റെ ചിന്തകൾക്കനുസരിച്ച് നടക്കും. മനസ്സിലായോ? പക്ഷെ റാമ്പിൽ നടക്കുന്ന രീതിയാണ് ക്യാറ്റ് വാക്ക് എന്ന് പറയുന്നത്. ശരി, ഞാൻ വാക്ക് ചെയ്യാം. നീ പറഞ്ഞാ മതി ഞാൻ ഏതൊക്കെ വക്കിലാണ് ക്യാറ്റ് വാക്ക് ചെയ്തതെന്ന്. പോപ്പട്ടെ, ഇവിടെ വരൂ. എന്നെ വാക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനിടയിൽ ഈ രണ്ട് ക്യാറ്റുകളും വാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. നോക്കൂ ശർമ്മജി, കോട്ട് കാണാൻ വളരെ ഭംഗിയായിരിക്കണം. മാഡം ആക്ച്വലി ഇദ്ദേഹത്തിന് വേണ്ടി സൂട്ട് തേപ്പിച്ച് കഴിഞ്ഞാൽ അത് സൂട്ടായിട്ട് തോന്നില്ല. ഒരു വലിയ ലോഹയായിട്ടേ തോന്നുള്ളൂ. ഡോക്ടർ ബാലു, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്പീച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇന്നലെ ഞാൻ വീട്ടിൽ വെച്ച് ചെസ് കളിച്ചപ്പോൾ എനിക്കാകെ ഭ്രാന്തായി. ഇത്രയും വലിയ ഓഡിയൻസിനെ കണ്ടപ്പോൾ ഞാൻ ഫാനായി. അടികൈ. രാവിലെ വിരിയുന്നത് സൂര്യകാന്തിയാണ്. ജനങ്ങളെ രക്ഷിക്കുന്നത് ഡോക്ടറിന്റെ കടമയാണ്. അടികൈ. ഇവിടെ വരൂ. ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്റെ മുഖത്ത് തുപ്പും. പറയുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് പോകും. തക്കാളിയും മുട്ടയും എറിഞ്ഞ് സീനാക്കും. ഞാൻ പറഞ്ഞു തരാം അവാർഡ് വിന്നിംഗ് സ്പീച്ച് എങ്ങനെ വേണമെന്ന്. എങ്ങനെയാ? സഹോദരി സഹോദരന്മാരെ, ഇവിടെ വരൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് നിങ്ങളെ ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്നേഹമെന്ന പഞ്ഞിയിൽ ഒട്ടിയിരിക്കുകയാണ്. കാറിന്റെ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. അയ്യോ ദൈവമേ, രക്ഷിക്കണേ. കൊള്ളാലോ, ഇയാളിന്റെ സ്പീച്ചിൽ മതിമറന്നു പോയി ഉറങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടും. അയ്യോ, അയ്യോ, അയ്യോ. ഇത്രയും നേരം റാം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വട്ടാണെന്ന് കരുതും. പിന്നെ അവാർഡും കിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമേ ഞാൻ ഇനി ചെയ്യുകയുള്ളൂ. മനസ്സിലായോ?
ഇങ്ങനെ ഈ ഫാഷൻ ഷോയിൽ നമ്മുടെ നാടിന്റെ പേര് ചീത്തയാക്കുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? തുണിയെടുക്ക്, അത് ഞാൻ ലോഹയായിട്ട് തയ്ച്ചെടുക്കാം. സ്യൂട്ട് അതെ, നിങ്ങൾക്കത് സ്യൂട്ട്, എനിക്കത് പാരച്യൂട്ട്. പൈസ കൂടുതലായിരിക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി, ബ്ലാക്ക് തുണി മതിയാകും. ഓഹോ കിറ്റി മോളെ, എന്റെ അഭിപ്രായത്തിൽ ആ വൈറ്റ് തുണിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല നൈറ്റ് അല്ലേ ഇവന്റ്, ബ്ലാക്ക് ഇട്ടാൽ ഇംപ്രസ്ഡ് ആവില്ലേ മാഡം? നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഡോക്ടർ ബാലുവിന്റെ പേഴ്സണാലിറ്റിക്ക് വൈറ്റ് ആയിരിക്കും ചേരുക. കാരണം അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വൈറ്റ് ഒരു സമാധാനത്തിന്റെ നിറമല്ലേ. കളർ ഏത് തന്നെയായാലും ഇടുന്ന ആൾക്ക് സ്യൂട്ട് ആയിരിക്കണം. തുണി എന്തുമാത്രം ചെലവാകുന്നോ അത്ര പൈസ തന്നാ മതി. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്തൊക്കെയായാലും ഡോക്ടർ ബാലുവിന് തന്നെ അവാർഡ് കിട്ടണം. അതുകൊണ്ട് ഈ വൈറ്റ് തന്നെ എടുത്തോളൂ. കിറ്റിക്ക് ആകെ വിഷമമായല്ലോ. മിക്കവാറും ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വരൂ കിറ്റി, നമുക്ക് വേഗം പോകാം. പിന്നെ ഹണി, നീ ഈ സൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതും കൊണ്ട് വേഗം അവിടേക്ക് വരണം. ഓക്കെ മാഡം. അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഭൂമിയിൽ ന്യൂനമർദ്ദം കാരണമാണ് മഴ പെയ്യുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും അവരവർക്ക് വേണ്ടി അടികൈ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ഡോക്ടർമാരുടെ ഫാഷൻ ഷോ. ഇവരൊക്കെ ബണി പറയുന്നത് പോലെ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ നടക്കും. മേഡം, കിറ്റി, നിങ്ങൾ ഇദ്ദേഹത്തെ ചതുരക്കളമാക്കി മാറ്റിയോ? ഞങ്ങൾ ഈ ഡിസൈൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഓഹോ ഇല്ല, ആ ശർമാജിയെ ഞാൻ വെറുതെ വിടില്ല. ഇത് ചെയ്തത് ശർമാജി ഒന്നും അല്ല, ഈ ഞാനാ ചെയ്തത്. പക്ഷെ അത് എന്തിനായിരുന്നു? മേഡത്തിന് വൈറ്റ് സ്യൂട്ട് ഇടണമെന്നായിരുന്നില്ലേ ആഗ്രഹം? കിറ്റിക്കാണെങ്കിൽ ബ്ലാക്ക് മതി എന്നായിരുന്നു. ഞാൻ രണ്ടുപേരുടെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചു. ഇവിടെ ഒരു നിങ്ങളുടെ വായെന്ന പാറക്കെട്ടിൽ നിന്നും ചിരിയെന്ന വെള്ളം വരുന്നത് നിർത്തൂ. ഇത് എന്റെ ജോലി അല്ലായിരുന്നിട്ട് പോലും ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ തലച്ചു വരുന്ന ടാങ്കിൽ വിവരമെന്ന പെട്രോൾ ഞാൻ നിറച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര ഫണ്ണിയാണല്ലോ.